ஆண்டாள் திருப்பாவை பாசுரம் 13. புள்ளின் வாய் கீண்டானை பொல்லாவரக்கனை கிள்ளிக் களைந்தானை கீர்த்திமை பாடிப்போய் பிள்ளைகளெல்லாரும் பாவைக்களம் புக்கார் வெள்ளி எழுந்தூவி ஆழமுறங்கிற்று புள்ளும் சிலம்பின காண் போதறிக் கண்ணினாய் கள்ளக்குளீர குடைந்து நீராடாதே பள்ளிக்கிடத்தியோ பாவாய் நீ நன்னாளால் கள்ளம் தவிர்ந்து കലന്തേലോരെമ്പാവായ്. വെള്ളി എഴുந்து വ്യാഴം ഉറങ്ങിട്ട് ശുക്രനക്ഷത്രം ഉദിക്കുകയും വ്യാഴം അസ്തമിക്കുകയും ചെയ്ത ശുഭസമയത്ത് വെള്ളി എഴുந்து എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നതിനാൽ വ്യാഴം അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ വെള്ളി നക്ഷത്രം അതായത് ശുക്രൻ ഉദിച്ചു എന്നും ആകാശത്ത് ഈ രണ്ടു ഗ്രഹങ്ങളും ഒന്നായി കാണുന്ന പുണ്യകാലത്തു തന്നെ ഉണർന്നു കുളിച്ച് ഈശ്വരധ്യാനം നടത്തണമെന്നും താൽപ്പര്യം. ജ്യോതിശാസ്ത്രപരമായി ഈ ഗ്രഹങ്ങളുടെ കൂടിക്കാഴ്ച വളരെ അപൂർവമാണെന്നും പറയപ്പെടുന്നു. ഈ കൂടിക്കാഴ്ച ഒരു നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണത്രേ. ഇപ്രകാരമുള്ള ശുഭസമയത്താണ് ആണ്ടാൾ മാർഗഴി നോമ്പ് നോറ്റു തിരുപ്പാവൈ രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആണ്ടാളുടെ വളർത്തുപിതാവായ വിഷ്ണുചിത്തൻ്റെ പുരസ്കർത്താവായ പാണ്ഡ്യരാജാവിൻ്റെ അതായത് വല്ലഭദേവ പാണ്ഡ്യൻ അക്കാലത്തെ ആധാരമാക്കി വിഷ്ണുചിത്തനും ആണ്ടാളും ജീവിച്ചിരുന്ന കാലം ഏതാണ്ട് ഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാലഘട്ടം 7-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിനും 8-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിനും ഇടയ്ക്കാണ്. ഈ കാലഘട്ടത്തിൽ ഈ രണ്ടു ഗ്രഹങ്ങളുടെ സമ്മേളനം നടന്ന സമയം 731 ഡിസംബർ 18-ാം തീയതിയാണെന്ന് ധനു അഥവാ മാർഗഴി മാസത്തിലെ പൗർണമി ദിനത്തിൽ ജ്യോതിശാസ്ത്രപരമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നു. ആണ്ടാൾ തൻ്റെ 15-ാം വയസ്സിലാണ് തിരുപ്പാവൈ രചിച്ചത് എന്ന വിശ്വാസം ശരിയാണെങ്കിൽ ആണ്ടാളുടെ തിരുവവതാരം AD 716 ആണെന്നു കണക്കാക്കാം. ആടി അതായത് കർക്കിടക മാസം പൂരം നക്ഷത്രത്തിലാണ് ആണ്ടാൾ ജനിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു.